നമസ്കാരം എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാം ചരന്റെ ഏറ്റവും പുതിയ സിനിമ പെഡ്ഡി ഏകദേശം 350 കോടി രൂപയുടെ ബഡ്ജറ്റ് ഉള്ള ഫിലിമാണ്. അപ്പം എന്തായാലും പടം രാം ചരന്റെ അങ്ങനെ കുറെ സ്റ്റാർ കാസ്റ്റുകളുണ്ട്, വമ്പൻ സ്റ്റാർ കാസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും പടം വേറെ ലെവലില് കയറി പോവും. പടം എന്തായാലും സൂപ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ് അതെന്തായാലും ആയിരിക്കും. എന്തായാലും തൽക്കാലം നമുക്കിപ്പോ പോയി ട്രെയിലർ കാണാം. വൃദ്ധി ഇൻഫ്രാടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്തൊരു കമ്പനിയുടെ പേര്. മൈത്രി മൂവി മേക്കേഴ്സ് ഫേവറേറ്റ് പ്ലേ വെവ്വേറെ ആണെങ്കിലും അവരുടെയൊക്കെ ഫേവറേറ്റ് പ്ലെയർ മാറുന്നില്ലല്ലോ. നാട്ടിലേതെങ്കിലും ദൈവത്തിന്റെ പേരാ? എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ ക്രിക്കറ്റ്. എന്റെ ഫേവറേറ്റ് റെസ്ലർ റെസ്ലറ്, ക്രിക്കറ്റർ, എന്റെ ഫേവറേറ്റ് റണ്ണർ. പെഡ്ഡി. എന്താ പിന്നെ എന്റെ ഫേവറേറ്റ് ആക്ടർ പെഡ്ഡി സാറിന് കൂടെ പറയത്തില്ലേ? മെഗാസ്റ്റാർ രാം ചരൺ കളിക്കുന്ന ജയിക്കാൻ വേണ്ടി പുള്ളിയുടെ ഫിസിക്. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഒഴിഞ്ഞു വീഴുന്നു കേട്ടിട്ടില്ലേ? അതിൽ വീണതാടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റടുത്ത ഉപദേശമൊന്നും എന്നോട് വേണ്ട. എങ്ങനെ മടകുടാഞ്ചനായിട്ട് നടന്നു? അയ്യോ, പെമ്പിള്ളേരായെങ്കിലും പറയാൻ പാടില്ല മോളെ. മോറടാ മോനെ. കളി ജയിച്ചോ തോറ്റോ എന്നതല്ല, അതിന് ജീവൻ കൊടുക്കണം. പക്ഷെ ഒരു കാര്യം, എന്തോ മുന്നാബായി മിർസാപൂറില് നവീൻ മോദി, അവിനാഷ് കോല, നമ്മുടെ മലയാളത്തില് മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ നാണമില്ല. ശരിക്കും പറഞ്ഞാൽ കൊറേ ഫിലിംസിന്റെ ഒരു എല്ലാം കൂടെ കൂട്ടി കുഴച്ചുണ്ടാക്കിയ പോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. എന്റെ ഫിസിക് അല്ലേ കളിപ്പിക്കണമെന്ന് നമുക്കറിയാലോ. റോമൻ വെറുതെ നാവിട്ടടിക്കാതെ കളിച്ച് ജയിക്കാൻ പറ്റിയ ആമ്പുലറുണ്ടെങ്കിൽ വരാൻ പറ. ആരടാ അവൻ? രണ്ട് ഗെയിമുകളെ ചേർത്ത് ഒന്നാക്കി മത്സരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ്. ഞാൻ തോറ്റാലും ജയിച്ചാലും അത് ഈ മലയടി പാറക്കാരന്റെ പേര് തന്നെ ഫിലിം. കളികൾ എനിക്ക് മത്സരം മാത്രമായിരുന്നു. റെഡ് ഫോർട്ട് അല്ലേ ഡൽഹിയിലുള്ള? പോരാട്ടം കൂടിയായിരുന്നു. ആടാ ഡൽഹി തന്നെയാണ്. ഡൽഹി ഷൂട്ട് ചെയ്താണോ വല്ല സെറ്റ് ഇട്ടാണോ എന്ന് അറിയത്തില്ല. പെഡ്ഡി. ഈ ഒരു ട്രാൻസിഷൻ 4 ജൂൺ 2020 കഴിഞ്ഞല്ലേ? എക്സ്പീരിയൻസ് സെറ്റിൻ ഡോൾബി എല്ലാത്തിലും ഉണ്ട്. 4DX, AR റഹ്മാൻ മ്യൂസിക്കൽ, ബുച്ചി ബാബു. ദൈവഭക്തി എന്തൊക്കെയാണ് എന്റെ പൊന്നെ. പെഡ്ഡി ആദ്യം തന്നെ 2-3 കാര്യങ്ങള്. ഒന്ന്, രാം ചരൺ പുള്ളി ഇതില് നല്ലപോലെ വർക്ക് ചെയ്തു. അതായത് പുള്ളിയുടെ ബോഡി ഫിസിക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഗെറ്റപ്പ് തോന്നിയ ഒരു പടമാണ് പുള്ളിയുടെ ഇത്. പിന്നെ ഈ തെലുങ്ക് പടം സൗത്ത് ഇന്ത്യയില് നല്ല നടിമാരില്ലാത്തോണ്ടാണോ ബോളിവുഡിൽ നിന്ന് ഓരോത്തിനെയും കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതെനിക്ക് ഏറ്റവും ആദ്യത്തെ കാര്യം മനസ്സിലായില്ല. എന്തിനു വേണ്ടി വെറുപ്പിക്കാനായിട്ട് കുറച്ചു പേരെ ആഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. രാം ചരന്റെ കൂടെ പേര് പറയാൻ പറ്റുന്നില്ല. എന്തിനു വേണ്ടി? അവർക്കുള്ളൊരു റീച്ച് കിട്ടുകയാണോ, എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, AR റഹ്മാൻ മ്യൂസിക്കൽ. പുള്ളിയുടെ മ്യൂസിക് ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്ങും അങ്ങനെ ഒരു BGM ലെവലിലുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഞാൻ ഈ 3 മിനിറ്റിന്റെ ട്രെയിലറിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ സിനിമയിൽ ഇനിയും കാണും. സിനിമയിൽ കുറെ കാര്യങ്ങൾ കാണും. പിന്നെ 300 കോടി രൂപയുടെ സംഭവം. 300 കോടി രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് 100 കോടി രാം ചരൺ തന്നെ കൊണ്ടുപോയി കാണും. പിന്നെ ബാക്കിയുള്ള 200 കോടി ആയിരിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് ഇവിടെ ഡാൻസിനും കുറച്ച്
AR റഹ്മാന്റെ മ്യൂസിക്കിനും പോയി കാണും, എല്ലാം കൂടെ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റിനും എല്ലാം കൂടെ കുറച്ച് പരിപാടി പോയി കാണും. ഇതിന്റെ റൈറ്റർ ബുച്ചി ബാബു, സന, പിന്നെ മൈത്രി, പ്രസന്റേഴ്സ്, പ്രൊഡ്യൂസർ വെങ്കട, AR റഹ്മാൻ, മ്യൂസിക്, ഇതൊക്കെയാണ് മെഗാസ്റ്റാർ. പിന്നെ ബൊമൻ ഇറാനി ഉണ്ട്. പിന്നെ മിർസാപൂരിലെ ദിവ്യേന്ദു ശർമ്മ, അതാണ് പുള്ളിയുടെ പേര്. മുന്ന ഭയ്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് എന്തായാലും അടിച്ചു പൊളിക്കും, കാരണം പുള്ളി ആസ് എൻ ആക്ടർ അടിപൊളിയാണ്. പുള്ളിയുടെ മിർസാപൂർ ഞാൻ കണ്ടുള്ള എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് മിർസാപൂരിന്റെ മുന്ന ഭയ്യ എന്നൊരു ആ ക്യാരക്ടർ. പിന്നെ 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 എടുത്തു പറയേണ്ട ജൂൺ 4-നാണ് സിനിമ ഇറങ്ങുന്നത്. ഇത് കഴിഞ്ഞ മാസം ഇറങ്ങിയ ട്രെയിലർ, രാം ചരന്റെ ബർത്ത്ഡേക്ക് ഇറക്കിയ സംഭവമാണ്. ഇപ്പൊ ബർത്ത്ഡേസിലാണല്ലോ ട്രെയിലറും ഫിലിമുകളും ഒക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു ട്രെൻഡാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അവരും ട്രെയിലർ പുള്ളിയുടെ ബർത്ത്ഡേയുടെ സമയം ഇറക്കിയത്. അപ്പൊ നാളെയാണ് റിലീസ്. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് സിനിമ കണ്ടാലേ പറയാൻ പറ്റും. എന്തായാലും സിനിമ ഹിറ്റാണ്, കാരണം 300-350 കോടി രൂപ മുടക്കിയ ഒരു പടമല്ലേ. പിന്നെ രാം ചരന്റെ പടം അങ്ങനെ പൊട്ടാൻ സാധ്യതയില്ല. പടം സ്റ്റോറി എങ്ങനെ പോയാലും ഇതൊരു 100-200 കോടി എന്ന് പറഞ്ഞായിരിക്കും പടം കയറാൻ പോകുന്നത്. പിന്നെ പുള്ളിക്കുള്ളൊരു ഒറ, അത് പുള്ളിക്കുള്ളൊരു ഒറയാണ്. അത് ആരൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും രാം ചരന്റെ ആ ഒറ അത് പുള്ളിയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും പുള്ളി മാസാണ്. പുള്ളിയുടെ ഇറങ്ങുന്ന പടങ്ങള്, പുള്ളി ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങള് എല്ലാം അതൊരു പ്രത്യേക ഫാൻ ബേസ് ആണ്. അത് പുള്ളിക്ക് ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് പ്രീ സെയില് ബുക്കിങ്ങും എല്ലാം കൂടെ ആയി 10-30 കോടി രൂപ അങ്ങനെ തന്നെ പടത്തിന് കിട്ടിക്കാണും. അപ്പൊ പടം എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ്, അതെന്തായാലും തീർച്ച. അപ്പം ഇതൊക്കെ തന്നെ സിനിമ. കുറച്ച് ശോകമുണ്ട് ഇതിനകത്ത്, ഞാൻ കുറച്ച് ശോകം സംസാരിച്ചിട്ടുണ്ട്. അത് വേറെ ആരെയും ഒന്നും എന്താ പറയുക ഡീഗ്രേഡ് ചെയ്ത് ഒന്നും സംസാരിക്കില്ല. എന്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എങ്ങനെ തോന്നി അത് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. അല്ലാതെ ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെ പടത്തിനെ കുറിച്ച് നെഗറ്റീവ് അങ്ങനെ ഒരു സംഭവമല്ല. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്നേ പറയുന്നുള്ളൂ. പിന്നെ ലാസ്റ്റില് ആ ട്രാൻസിഷൻ, എന്താ ക്രിക്കറ്റ്, റെസ്ലിങ്, അങ്ങനെ വന്ന ഒരു ട്രാൻസിഷൻ, അത് അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു ഇതിൽ പോകുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന അതൊരു പ്രത്യേക ഒരു ഹാറ്റ്സ് ഓഫ് ടു ദി എഡിറ്റർ. അത് എഡിറ്റ് ചെയ്ത ആള് ഈ ഒരു ചെറിയ യൂട്യൂബിന്റെ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴേ എനിക്കറിയാം എന്റെ പണി എന്തത്തോളമാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കി, അതുപോലത്തെ ട്രാൻസിഷൻ കയറി, അത് അടിപൊളി സംഭവം. പടം എന്തായാലും കേറി പോട്ടെ. അപ്പം അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.